എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് അവർക്ക് ചായ ആയിട്ട് വരും. അനീഷ് എല്ലാവർക്കും ചായ ഇട്ട് ട്രേയിലാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ട്രേയുമായിട്ട് വരുന്ന കണ്ടുകൊണ്ട് അക്ബർ വിളിച്ചിട്ട് പറയാം, പിന്നെ എല്ലാവർക്കും ചായയും കൊണ്ട് വരുന്നു, എല്ലാവരും വാങ്ങുന്നു. അപ്പം അനീഷ് പറയാം, പോടാ കള്ള. അനിമോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അനീഷ് ചോദിക്കുന്നത് വേണോന്ന് ചോദിക്കുന്നു അനിമോളോട്. അനിമോൾ വേണ്ടാന്ന് പറയുന്നു. എന്നിട്ട് അനീഷ് എല്ലാവർക്കും ചായ കൊടുത്തിട്ട് പോവുകയാണ്. ചിരിച്ചുകൊണ്ടാണ് അനീഷ് പോകുന്നത്. അന്നേരം അക്ബർ പുറകെ വിളിച്ച് ചോദിക്കുന്നത്, പേരെന്തുവാന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പെണ്ണിൻ്റെ. അപ്പോൾ അനീഷ് ചിരിച്ചിട്ട് തിരിഞ്ഞ് അക്ബറിനെ നോക്കുന്നുണ്ട്. അനു മെലിഞ്ഞുണങ്ങിയെന്ന് പറയുന്ന ശാരിക. അപ്പം സരികയും പറയുന്നു അനു നന്നായിട്ട് ക്ഷീണിച്ച്. അക്ബർ പറയുന്നു അനുവിൻ്റെ കൈയൊക്കെ നോക്കാൻ എല്ലൊക്കെ തെളിഞ്ഞ് കാണാമെന്ന്. അവിടെ കിച്ചണിൽ നിന്നുകൊണ്ട് കഞ്ഞി വേണമെന്ന് ചോദിക്കുന്നത്. അക്ബർ പറയുന്നത് സരികച്ചിയെ വിളിക്കുന്നത്, എന്തോ കഞ്ഞിന്ന് വിളിക്കുന്നു. നൂറെ നിന്ന് എന്തൊക്കെയോ സാരിക പറയുന്നുണ്ട്. ആ പൊങ്ങി വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തോ ഒന്ന് പേര് വിളിച്ചപ്പോൾ അനുമോള് പറയുന്നു, അങ്ങനെയൊക്കെ എന്തിനാണ് വിളിക്കുന്നതെന്ന് പറയുന്നു. അവൾക്ക് ഇങ്ങോട്ട് തീട്ടോന്നും മറ്റേതെന്നൊക്കെ വിളിക്കുക. അപ്പം നിൻ്റെ പ്രതികരണമൊന്നും കണ്ടില്ലല്ലോ എന്ന് അനുമോളോട് പറയുന്നത്. നമുക്ക് ഇവിടുന്ന് പോയിട്ട് കൊച്ചിയിൽ കൂടാമെന്നൊക്കെയാണ് എല്ലാവരും കൂടെ ഇരുന്ന് പറയുന്നത്. ഒരു ദിവസം നമുക്ക് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് എല്ലാവർക്കും കൂടെ കൂടാമെന്ന്. അക്ബർ ചോദിക്കുക, കൊച്ചിയിൽ ഇറങ്ങുമ്പോഴേ മീഡിയക്കാരും ഇല്ലെങ്കിലെന്നത്തെ അവസ്ഥയെന്ന് ആലോചിച്ചൊക്കെ. അത് നമ്മൾ ഇവരുടെ കൂടെ ഇവരുടെ കൂടെ ഇറങ്ങിയാൽ നമുക്ക് പണി കിട്ടും. നമ്മളെ നോക്കാൻ ഒരാളും കാണത്തില്ല, ഇവരുടെ അടുത്തോട്ടല്ലേ പോകത്തുള്ളൂ എന്നാ ശരത്ത് പറയാണ്. ഏകദേശം അക്ബറിന് അപ്പം തന്നെ മനസ്സിലായി കാണാം അക്ബറൊക്കെ മുന്നേ ഇറങ്ങേണ്ടി വരുമെന്ന്. അനിമോളൊന്നും മിണ്ടുന്നില്ല. ഇവരുടെ കൂടെ ഇറങ്ങില്ലെന്ന് അനിമോളെയൊക്കെ നോക്കിയിട്ടാണ് ശരത്ത് പറയുന്നത്. ശരിക്കും അക്ബർ വെളിയിലത്തെ അവസ്ഥ അറിയാനുള്ളതായിരിക്കും. ഡയറക്ടർ ചോദിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാട്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും പുറത്തോട്ട് ഓടുകയാണ്. ആരായിരിക്കും വരുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും വാതിലിൽ വന്ന് നിൽക്കുന്നുണ്ട്. അനിമോളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് പാട്ടിനൊത്ത്. എന്നിട്ട് വന്നത് നമ്മുടെ ജിഷനും പ്രവീണുമാണ്. രണ്ടുപേരും വന്ന ഉടനെ തന്നെ എല്ലാവരെയും ഹഗ് ചെയ്യുന്നുണ്ട്. ഹായ് 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 എന്നൊക്കെ പറയുന്നുണ്ട്. അനീഷിനെ കണ്ട ഉടനെ ജിഷൻ ഹായ് മുത്തേ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷാനവാസിനെ കാണുന്നു. അങ്ങനെ ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നു. എന്നിട്ട് ഷാനവാസുമായിട്ട് അവിടെ ഇട്ട പാട്ടിനടുത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് രണ്ടുപേരൂടെ. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ജിഷനും പ്രവീണും അകത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.